أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم. صدق الله العظيم. تنزيل العزيز الرحيم. ഈ വിശുദ്ധമായ ഖുർആൻ അസീസും റഹീമുമായ അല്ലാഹുവിൽ നിന്ന് ഇറക്കിയതാണ്. വളരെ മനോഹരമായ ഒരു പ്രയോഗമാണത്. അവിടെ തൻസീലിൽ മലിക്കി എന്ന് പറഞ്ഞാലും, തൻസീലിൽ മുന്തഖമി എന്ന് പറഞ്ഞാലും, തൻസീലിൽ ജബ്ബാറി എന്ന് പറഞ്ഞാലും, മറ്റേത് ഇസ്മുകൾ പറഞ്ഞാലും ഫിറ്റാവാത്ത ഒരു മഅന അസീസ് എന്ന് പറയുമ്പോൾ വരിക. അസീസ് എന്ന് പറഞ്ഞാൽ പ്രതാപശാലി എന്നാണ്. പ്രതാപശാലിക്ക് അവനൊരു കത്ത് കൊടുത്തയച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്തയച്ചോ, ആർക്കാണ് കൊടുത്തയച്ചത് അവർ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഒന്നും വരാൻ പോകണമെന്നില്ല. അയാൾ സ്വയം ഇസ്സത്തുള്ള ആളാണ്. അയാൾക്കിപ്പോ ഒരാള് മൂപ്പര് കൊടുത്തയച്ച് സ്വീകരിച്ചതനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ ഒരു ഉപകാരമൊന്നുമില്ല. സ്വയം ഇസ്സത്തുള്ള ഒരാൾക്ക് മറ്റൊരാൾക്ക് ഇസ്സത്ത് ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ഖുർആന് ഇറക്കിയ ആള് സ്വയമേ ഇസ്സത്തുള്ള ആളാണ്, അസീസാണ്, പ്രതാപശാലിയാണ്. ആരും അവന്റെ കൽപ്പന സ്വീകരിച്ചിട്ടില്ലെങ്കിലും അവന് ഒന്നും വരാനില്ല. അങ്ങനത്തെ ഒരാളാണ് ഈ ഖുർആൻ കൊടുത്തയച്ചത്. മാത്രല്ല അസീസ് എന്നതിൽ മറ്റൊരു ധ്വനിയുണ്ട്. കൊടുത്തയച്ച ഈ സമ്മാനത്തെ അർഹമായ പരിഗണനയോടെ സ്വീകരിച്ച് അതനുസരിച്ചുകൊണ്ട് ജീവിച്ചിട്ടില്ലെങ്കിൽ അവൻ ശക്തമായിട്ട് നേരിടും. ആ രണ്ട് അർത്ഥധ്വനികളും ഈ അസീസ് എന്ന ഇസ്മിൽ ഒളിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ അതിലൊരു ഒരു സന്തോഷ വാർത്തയുണ്ട്, ഒരു താക്കീതുണ്ട് ഈ ഒറ്റ വാക്കിൽ. എന്താ സന്തോഷകരം? ഇത് കൊടുത്തയച്ചാൽ അസീസാണ്. അസീസ് ഒരു സാധനം കൊടുത്തയച്ചാൽ അത് ഉൾക്കൊണ്ട് അത് മാന്യമായി സ്വീകരിച്ച ആളുകൾക്ക് അവൻ നന്നായിട്ട് പ്രതിഫലം നൽകും. ഇനി ആരും സ്വീകരിച്ചില്ല എന്ന് കരുതിയിട്ട് അവന് ഒന്നും വരാനില്ല. അവൻ അസീസാണ്. പക്ഷെ സ്വീകരിക്കാത്ത ആളുകളെ ശക്തമായി നേരിട്ട് ശിക്ഷിക്കാൻ കഴിയുന്ന ആളാണ് അസീസ്. ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ വരണ. പിന്നെ റഹീം, സ്വീകരിച്ചാലോ അവരെ റഹ്മത്തുകൊണ്ട് പൊതിഞ്ഞോട്ട് അവന്റെ റഹ്മത്തിന്റെ കേന്ദ്രമായ സ്വർഗത്തിൽ എത്തിക്കുകയും ചെയ്യും. ഈ എല്ലാ വ്യാഖ്യാന സാധ്യതകളും ഒളിഞ്ഞു കിടക്കുന്ന വളരെ അത്ഭുതകരമായിട്ടുള്ള രണ്ട് ഇസ്മുകളാണ് ഖുർആൻ ഇറക്കിയത് അള്ളാഹുവാണ് എന്ന് പറഞ്ഞ സമയത്ത് അവനിലേക്ക് ചേർത്തി പറഞ്ഞത്. ഞാൻ രണ്ടും അള്ളാഹു ഖുർആനിൽ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നമ വബിഇസൽ മസീർ. അസീസിന്റെ കളിയാണ് ആ കളിക്കുന്നത്. വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നമ വബിഇസൽ മസീർ. إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألوا خزنتها ألم يأتكم نذير كلما ألقي فيها فوج. അതങ്ങനെ അർത്ഥം വെച്ച് ഓതുമുണ്ടല്ലോ, മുഴുവനാക്കാൻ കഴിയാത്തൊരവസ്ഥ. കുല്ലമാ ഉൽഖിയ ഫിഹാ ഫൗജുൻ, ആ നരകത്തിലേക്ക് ഓരോ വിഭാഗം ആളുകളെയും എടുത്ത് ഉൽഖിയാനാ ഉപയോഗിച്ചത്. ഈ അറബിയില് അൽക്കായ് ഉൽഖി എന്ന് വരുന്ന മജ്ഹൂലാണ് ഉൽഖിയ. ഇൽഖാ എന്ന് പറഞ്ഞാൽ ആഴമുള്ള സ്ഥലത്തേക്ക് ഒരു സാധനത്തിന് ഇടുന്നതിനെ കുറിച്ചാണ് പറയുക. അറബിയിലെ ഇൽഖാ എന്ന് പറഞ്ഞാൽ ആഴമുള്ള സ്ഥലത്തേക്ക് ഇടുന്നതിനെ കുറിച്ച്. മറ്റൊന്ന് ഇൽഖാ എന്നുള്ളത്
പുച്ഛിച്ച് തള്ളുന്നതിനെ കുറിച്ചാണ് പറയാം. നമ്മളിങ്ങനെ ബഹുമാനിച്ച് ഇടുന്നതിനെ കുറിച്ചല്ല, ദേഷ്യം പിടിച്ച് വലിച്ചെറിഞ്ഞതിനെ കുറിച്ചാണ് ഇൽക്കാതെന്ന് പറയാം. ഈ ഒറ്റ വാക്ക് മതി നരകം വളരെ ആഴമുള്ളതെന്ന് മനസ്സിലാക്കാനും ആ ഏറിന്റെ ഗൗരവവും അതിന്റെ പുച്ഛിച്ച് തള്ളലും മനസ്സിലാക്കാൻ ഈ ഒറ്റ വാക്ക് മതി. അതാണ് അസീസ്. കാരണം ഇത് കൊടുത്തയച്ച സാധനം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നത്തെ പരിപാടി അതാണ്. പുച്ഛിച്ച് തള്ളിയിട്ട് ആഴമുള്ള കിണർ പോലുള്ള അതിനേക്കാളും ഗംഭീര ഗൗരവ ഭീകരമായ നരകത്തിന്റെ ജ്വാലയിലേക്ക് പിടിച്ച് വലിച്ച ഒരൊറ്റയാണ്. മറ്റൊരു സ്ഥലത്ത് ഇതിനേക്കാളും കുറച്ചും കൂടി ഗൗരവമായിട്ടാ പറഞ്ഞത്. വേറെ സ്ഥലത്ത് വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ. നീ കല്ല എറിടേനെ കുറിച്ചാണ് പറഞ്ഞത്. കല്ല ലയുംബദന്ന ഫിൽ ഹുത്തമ. യുംബദന്ന നബദയിന്ന് വന്നാണ്. നബദയമ്പത് അതിന്റെ മജൂലാണ് യുംബത്. അതിക്ക് സക്കൈലാന നൂന് എന്ന് പറയും. ഗ്രാമറാട്ടോ. ആ നൂനും കൂടി ചേർത്തിട്ട് അത് ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ല. ഞാൻ താഴോട്ട് ഇറങ്ങാം. ലയുംബദന്ന. നബുദ് എന്ന് അറബിയിൽ പറഞ്ഞാൽ ഒരു സാധനത്തിന് ദേഷ്യം പിടിച്ചിട്ട് നമ്മൾ ദേഷ്യം പിടിച്ച് ഇൻസൾട്ട് ആക്കിയിട്ട് വലിച്ചെറിഞ്ഞതിനാണ് അറബിയിൽ നബുദ് എന്ന് പറയാം. സിസറൊക്കെ അങ്ങനെ വലിച്ചിട്ട് കുറ്റിയാണ്ടല്ലോ, അതിനാ നബുദ് എന്ന് പറയാം. അപ്പൊ നമ്മള് ബഹുമാനിച്ചിടല്ലോ. എന്ന പോലെ നരകത്ത് കാര്യത്തിലെങ്കിൽ ആ ഒറ്റ വാക്ക് തന്നെ കിട്ടും. അതാണ് അറബി ഭാഷന്റെ പ്രത്യേകത. നമ്മളുണ്ടല്ലോ പറഞ്ഞേക്കാൻ പേടി ആയറാണ്. അതിനാണ് നബുദ് എന്ന് പറയാം. തുമ്മല യുമ്പ തന്നെ ഫില്ലുത്തുമ്മ. പിന്നെ അവനെ പിടിച്ചിട്ട് നരകത്തേക്ക് ചാമ്പിയിട്ട് ഒറ്റ ഏറാണ് കാരണം. എന്നിട്ട് അള്ളാന്റെ റസൂൽ ചോദിച്ചു, അമ്മ അതറാക്കമൽ ഉത്തമ. അല്ല ഇപ്പൊ ഈ ഉത്തമ എന്താ നിങ്ങൾക്ക് അറിയാം? മുത്തനബി എന്താ ശൈലി? ഇപ്പൊ ഉത്തമയ്ക്ക് വലിച്ചെറിയെന്ന് പറഞ്ഞല്ലോ, അത് എന്താ സാധനം എന്നറിയാം? നാറുല്ലാഹിൽ മൂഖദാ. കത്തിക്കപ്പെടുന്ന ഭീകരമായ നരകജ്വാലയാ. ഇതാണ് അല്ലാഹു തആല അസീസാണ്. അസീസ് ഒരു സാധനം കൊടുത്തയച്ചിട്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന രൂപമാണിത്. ഞാൻ കഴിഞ്ഞ റമളാനിൽ നിങ്ങളൊരു ആയത്ത് ഓതിയിട്ടുണ്ട്. ഒരു സ്വഹാബി മരിക്കാൻ കാരണമായി. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمره ويفعلون ما يؤمرون يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا. അവിടെ അള്ളാഹു തആല റഹ്മത്താണ്. അള്ളാഹു ഒക്കെ നേരത്തെ പറഞ്ഞു തരിക, വിശ്വാസികളെ നിങ്ങളെ ആശ്രിതരെ ഉറ്റവരെ ഉടയവരൊക്കെ നിങ്ങൾ നരകത്തെ തൊട്ട് ശ്രദ്ധിച്ചോളിട്ടോന്ന്. ഉണ്ടാക്കിയ ആളാണ് പറഞ്ഞത്. നരകം ഉണ്ടാക്കിയ ആള്. വഖൂദുഹ, അതിൽ കത്തിക്കപ്പെടുന്ന വിറക്, അന്നാസു ജനങ്ങളാണ്, വൽ ഹിജാറ കല്ലുകളുമാണ്. ഒരു സഹാബി എണീറ്റിട്ട് വെച്ചു, ആ കല്ല് കരിങ്കല്ലാണോ ചെങ്കല്ലാണോ മുത്തുനബിയെന്ന്. ഓലക്കോര മനസ്സുണ്ടില്ല നിങ്ങൾ. അത് കരിങ്കല്ലാണോ ചെങ്കല്ലാണോ മുത്തുനബിയെന്ന് വെച്ചു. അപ്പൊ ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കരിങ്കല്ലും അല്ല ചെങ്കല്ലും അല്ല, ഗന്ധകാണ് എന്ന് പറഞ്ഞു. എന്താണ് ആ കല്ലിന്റെ പ്രത്യേകത? കരിങ്കല്ലും ചെങ്കല്ലും കത്തും. കരിങ്കല്ലാണെങ്കിൽ കുറച്ചും കൂടി ഗംഭീരായിട്ട് കത്തും. അത് പൊളിഞ്ഞിട്ടൊരു വിഷവായു ഉള്ളിന്ന് പുറത്തേക്ക് തള്ളാണ്ട്. അത് മുഴുവനും ഗന്ധകത്തിലുണ്ട്. കത്തും, ഗംഭീരായി കത്തും. വിഷവായു ഒരു പുകയായിട്ട് ഉള്ളിലേക്ക് വരും. പക്ഷെ ഗന്ധകത്തിന് വേറെ പ്രത്യേകത ഉണ്ട്. അത് കത്തി തുടങ്ങിയാൽ മനുഷ്യന്റെ ഇറച്ചിനോട് ഇങ്ങോട്ട് ഒട്ടിയിട്ട് രണ്ടും കൂടി ഒന്നായിട്ടാണ് കത്തുക. അതിനു വേണ്ടിയിട്ട് അങ്ങനത്തെ കല്ലുകളാണ് നരകത്തിൽ എന്ന് പറഞ്ഞപ്പോൾ ഓരോ ഒച്ച കേട്ട് വീണും ചെയ്ത് ചോദിച്ചാളും മരിച്ചും ചെയ്ത്. അസീസിന്റെ എങ്കിരിയപ്പാട് പ്രതികാര നടപടിയാണ്.
തൻസീലൽ അസീസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ അങ്ങോട്ട് വരും. പിന്നെ ഉടനെ അത് സൈക്കോളജിക്കലാണ്. അപ്പൊ എല്ലാരും ഇങ്ങനെ വിറക്കൂട്ടോ. ഉടനെ റഹീം സമാനായി. ഓ റഹീമാണ്. അൽഹംദുലില്ലാഹ്. എന്തൊരു ബുദ്ധിപരമായിട്ടുള്ള കോറ് വേണം അതിലേക്ക് വന്നറിയാം. ഖുർആനിൽ എല്ലായിടത്തും കാണാം. ഇപ്പൊ നിങ്ങളൊക്കെ ബിസ്മില്ലാ അള്ളാന്ന് കണ്ടുക്കും വേറെടങ്ങും. കാരണം അള്ളാന്നുള്ള ഇസ്മതാണ്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. ഹൃദയത്തിൽ ഇങ്ങനെ വജില് വരുന്നതാണ്. അപ്പൊ അവിടെ റഹ്മാനി റഹീം എന്ന് പറഞ്ഞു. അതിൽ സമാധാനായി. അപ്പൊ സമാധാനായി. ഇങ്ങനെയാണ് ഖുർആൻ. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുർആൻ ഇന്നുള്ള രൂപത്തിൽ എല്ലായിരുന്നെങ്കിൽ ഒരു മനുഷ്യന് ഓതിയിട്ട് ഖത്തം തീർക്കാൻ കഴിയില്ല, അടക്കം മരിച്ചു പോകുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുർആൻ ഇന്നുള്ള രൂപത്തിലല്ലായിരുന്നെങ്കിൽ ഒരു മനുഷ്യന് ഖത്തം തീർക്കാൻ കഴിയില്ല, മരിച്ചു പോകും. കാരണം എന്താ? അള്ളാഹിന്റെ ഒരു രീതി എന്താ വെച്ചാൽ അള്ളങ്ങനെ ഗൗരവം പറയും, ശിക്ഷ പറയും, ഉടനെ സ്വർഗം പറയും, റഹ്മത്ത് പറയും, ഉടനെ ശിക്ഷ പറയും, ഉടനെ രക്ഷ പറയും, ഉടനെ ശിക്ഷ പറയും, ഉടനെ രക്ഷ പറയും. രണ്ടും കൂടി ചേർത്തിട്ടാണുള്ളത്. അതേപോലെ ഒരു ചെറിയ ആയത്തിൽ രണ്ടും കൂടി തൻസീലൽ അസീസ്. ബേജാറായി റഹീം. ബേജാറാണ്ട, റഹീമാണ്. റഹീമാണ്, ബേജാറാണ്ട. അപ്പൊ ഞാൻ ഖുർആൻ സ്വീകരിച്ച് വിശ്വസിച്ചു. പക്ഷെ എന്നാലും ജീവിതത്തിൽ കുറച്ചൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായി. ബേജാറാണ്ട, റഹീമാണ്. അതും അവിടെ അർത്ഥമുണ്ട്. റഹീമാണ്, കുറെ കാര്യങ്ങൾ പരിഹരിക്കുന്ന ആളാണ്. ബേജാറാണ്ട. എല്ലാം കൂടി ചേർന്ന ഒരു ചെറിയ ഡിസ്ക്. തൻസീലൽ അസീസിർ റഹീം. നേരെ അർത്ഥം വെച്ചാൽ അതൊന്നും കിട്ടൂല. നേരെ അർത്ഥം വെച്ചാൽ ഒരു പുറത്ത് അങ്ങനെ. അതാണ് ഇപ്പൊ ഈ ജബ്ബാർ മാഷൊക്കെ കളിയാക്കുന്നത്. ആൾക്ക് നേരെ ഇങ്ങനെ അർത്ഥം വെച്ച് വെച്ചൊരു പിടുത്തം കിട്ടില്ല. ഇതിന്റെ ഉള്ളിൽ ഒതുങ്ങിയിട്ടുള്ള കുറെ ധ്വനികളുണ്ട്, ഉൾപൊരുളുകളുണ്ട്. അതൊക്കെ മഹാന്മാർ വലിയ വലിയ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഖുർആൻ നോക്കിയുണ്ടല്ലോ, ഇത് ഭയങ്കര ഒരു സാധനമാണ്. വല്ലാത്ത അത്ഭുതകരമായിട്ടുള്ള ഒരു ഗ്രന്ഥാണ്. അത് അസീസായ റഹീമായ റബ്ബ് കൊടുത്തയച്ചതാണ് നമുക്ക്. നമ്മള് രാവിലെ എണീറ്റ പോലെ ശിവായ കത്ത് എന്താരാ ഇത് മുഖ്യമന്ത്രി കൊടുത്തയച്ചാണ്. നമുക്ക് തിരിയാത്ത ഭാഷയാണെങ്കിലും അറിയണ ആളെടുത്ത് കോടുമെല്ലാം പിടിച്ചുകൊണ്ട് അതിന് എന്താ ഇപ്പൊ മന്ത്രിക്ക് എന്നോട് പറയാനുള്ളത്? ഈ ഒരു ബോധെങ്കിലും ഖുർആനായിട്ട് നമുക്ക് വേണമല്ലോ. അതല്ലേ ഖുർആൻ ക്ലാസ് തുടങ്ങിയത്. നമ്മളോട് അള്ള പറയാണ് ഇതൊക്കെ. അപ്പൊ എന്താ പഠിച്ചോൻ പറയണെന്നുള്ള ഒരു ചിന്തയെങ്കിലും മുഅ്മിനീങ്ങൾക്ക് വേണ്ടേ? ഉണ്ടെങ്കിൽ അതെന്താ പറയണെന്ന് കേൾക്കാനുള്ള സ്ഥലത്ത് പോയിരിക്കും. അപ്പൊ അതിങ്ങനെ മനസ്സിലാവും റബ്ബ് ഇതൊക്കെയാണ് ഈ പറയും. തൻസീലൽ അസീസ് റഹീം എന്നൊരൊറ്റ വാക്കിൽ അള്ളാഹു തആല അറിയിക്കുന്നത് ഇതൊക്കെയാണ്. കൊടുത്തയച്ച ആള് അസീസാണ്. നിങ്ങൾ സ്വീകരിക്കണം എന്ന് ഓന് നിർബന്ധമില്ല. നിങ്ങളൊക്കെ സ്വീകരിച്ചില്ലെങ്കിലും ഓന് പ്രശ്നമില്ല. ഓൻ അസീസാണ്. സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നല്ല മുട്ട് കിട്ടും. കാരണം ഓൻ അസീസാണ്. സ്വീകരിച്ചാൽ റഹീം, റഹ്മത്തോണ്ട് കൊണ്ട് പൊതിയും. അന്നെ റഹീം റഹ്മാൻ എന്നല്ല പറഞ്ഞു. റഹീം എന്ന് പറഞ്ഞാൽ ഇവിടെ ഗുണം ചെയ്ത ആളുകൾക്ക് സ്പെഷ്യലായിട്ട് ആഖിറത്തിൽ തെരഞ്ഞെടുത്തിട്ട് അനുഗ്രഹം ചെയ്യുന്ന ആള് എന്നാണ്. അള്ളാഹു തആല ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അത് മതി, ഒറ്റ സന്ദേശം മതി. തൻസീലൽ അസീസിർ റഹീം, തൻസീലൽ അസീസിർ റഹീം. ഇതിൽ ഈ വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളും. അപ്പൊ യാസീൻ നമ്മുടെ നെഞ്ചോട് ചേർത്തി വെക്കണം. യാസീൻ എല്ലാരും മനപ്പാടാക്കണം. നമ്മളൊരു ഒരു സൈസ് മനപ്പാടുണ്ട്, അതല്ല. നമ്മളൊരു സൈസ് മനപ്പാടുണ്ട്. മുസ്തഫിന് യാസീൻ മനപ്പാടുണ്ടോ? യാസീനോ? അന്ന് ഇത് അർസനായിലെയും മുത്തലിന്റെ പക്കത്തവും അതിന്റെ രണ്ടാമത്തെ അപ്പുറത്തായത്തൊന്നും ഓദിക്കാം. ഇപ്പുറത്തെങ്ങനത്തെ മുമ്പത്തെ അല്ല, അതവന്റെ കുഴപ്പമില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെ. മൂപ്പരെ കുഴപ്പമില്ല. ഓനെ ഇഫുള്ള ആളാണ്. നമ്മക്കൊക്കെ ഇപ്പൊ യാസീൻ ഇഫുല്ലേ. എങ്ങനെ ഇപ്പൊ യാസീന്നാണ്ട് തുടങ്ങിയാൽ കഴിയണാണ്ട് അറിയും. അതന്നെ. ആ സുബ്ഹാനല്ലദീ ബിയദിഹി. അവിടുന്നാണ്ട് ഒച്ചോട്ട് എല്ലാരും കൂടി. കാരണം കഴിഞ്ഞിക്കണെന്ന് എല്ലാവർക്കും അറിയാം. യാസീന്നാണ്ട് പറഞ്ഞാണ്ട് പിന്നെ വെള്ളത്തിൽ ആമ കൂളിയിട്ട് മാറി. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വ തുർജഊൻ. ഖലാസ്. ഇനി അടുത്ത നെയ്ച്ചോറോൾ പട്ടെ. അല്ല, ഈ ഇടക്കൊരായത്ത് വെച്ചിട്ട് അതിന്റെ ഇപ്പുറത്തെ ആയത്ത് ഏതാന്ന് വെച്ചാല് ഒരു പിടുത്തം കിട്ടൂല.
അതാണ്. അങ്ങനെയല്ല, യാസീൻ എവിടുന്ന് എപ്പോ ചോദിച്ചാലും അങ്ങോട്ട് പൊട്ടും. അങ്ങനെയല്ല. ഇപ്പോ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഖിറാഅത്ത് മത്സരം എങ്ങനെയാണ്? വലിയ വലിയ ആഫ്ലയും കൊണ്ട് കിട്ടും, എടുക്കും. തുമ്മ കസത്ത് കുലൂബുക്കും മിമ്പാതെ, അതിന്റെ അപ്പുറത്തായത്ത് ഇപ്പാണ്ട് ഓതണം, 1 കോടി ഉറുപ്പിക ഇട്ടു. അത് വാങ്ങിയ മലയാളിനെ എനിക്കറിയാം, അതുകൊണ്ടാണ്. തിരിച്ചും മറിച്ചും ചോദിക്കും ആയത്ത്. ഞങ്ങൾ ഈ പള്ളിയർച്ചിൽ ഓതുന്ന കിതാബുണ്ട്, അൽഫിയ എന്ന് പറയും. അൽഫിയ മുഹമ്മദ് മാലിക് റഹ്മുള്ളന്റെ ഗ്രാമർ കിതാബാണ്, 1000 കവിതകളാണ് അൽഫിയ. ഞാൻ പടുത്ത് കുട്ടികൾക്ക് തുൾഫ എന്നുള്ള കിതാബ് ഓതി കൊടുത്തു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഈ തുൾഫക്കൊരു പേരുണ്ട് കുട്ടികളെ, ഖുലാസത്തുൽ ഖുലാസ. ഖുലാസത്തുൽ ഖുലാസ. എന്റെ പൂതിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഓതി കൊടുക്കണാണ്. ഓതി കൊടുക്കാൻ വേണ്ട ആളുകളിലായിട്ടല്ല, എന്റെ ഒരു പൂതി ഉണ്ടാവില്ല. ഖുലാസത്തുൽ ഖുലാസ, അങ്ങനെ പേരുണ്ട് തുൾഫക്ക്. എന്താണത്? ചുരുക്കേന്ന്. കാരണം മുഹമ്മദ് മാലിക് എന്ന മഹാനെന്നെ കാഫിയ എന്നുള്ളൊരു നഹവിന്റെ കിതാബുണ്ട്, അത് 3000 ബൈത്തുകളുള്ള കിതാബാണ്. അതിനെ ഓലനൊന്ന് ചുരുക്കിയതാണ് 1000 ബൈത്തിൽ അൽഫിയ. അതിനൊന്നിങ്ങോട്ട് ചുരുക്കിയതാണ് 153 ബൈത്തിൽ തുൾഫ. നോക്കാണ് നമ്മളെ മുൻഗാമികൾ എടുത്ത പണികൾ. ഒരാളെന്നെ 2 കിതാബ് ചുരുക്കി. അതിനെ പിന്നീട് വന്ന വേറെ ഉമർ വർദി എന്നുള്ളൊരു, ഉമർബിന് മുലഫർ എന്നുള്ളൊരു മഹാന് ഒന്നും കൂടി അങ്ങോട്ട് ചുരുക്കി 153. എന്നാലെങ്കിലും അങ്ങോട്ട് തലേക്ക് കയറ്റി പഠിച്ചു പോട്ടെ എന്ന് വെച്ചിട്ട്. എന്തിനാ ഞാൻ പറഞ്ഞു അൽഫിന്റെ കഥ? എന്തിനാ പറഞ്ഞു? അതെ. അപ്പൊ ഈ അൽഫി എന്താവും? ഞങ്ങൾ ദർശനക്ക് ഓതി പഠിക്കുന്ന കാലത്ത് 1000 ബൈത്തും പഴയ കാലത്ത് മനപ്പാടാക്കണം. അതിന് പറഞ്ഞാണ് 1000 ബൈത്ത്. ഇപ്പൊ അടുത്തൊരു വലിയൊരു മത്സരം നടന്നു. അൽഫി 1000 ബൈത്ത് മനപ്പാടാക്കിയ ആളുകൾ വെച്ചിട്ട് മത്സരം. അതെങ്ങനെ മത്സരം എന്നോ? അൽഫി എങ്ങനെ കണ്ട് തുടങ്ങിയിട്ട് ഇങ്ങനെ യാസീന്നൊന്നും ആരും ഒടുങ്ങണവരല്ല, ഈ ഇടയിൽ നിന്നങ്ങോട്ട് ചോദിക്കും. അൽഫിയിലെ ബില്ലാലി ഫിർഫ, അപ്പാണ് പാടിക്കൊടുക്കണം. ബില്ലാലി ഫിർഫ കുല്ലമാ ഖദ് സുന്നിയ വശിബ്ഹു വജ്റുഹു വൻസിബുഹു ബിയാ. എന്നിട്ട് അതിൽ ഫസ്റ്റ് കിട്ടിയത് എന്റെ ഒരു സുഹൃത്തിനാണ്. അങ്ങനെ മൂപ്പർ അൽഫി നന്നായിട്ട് മനപ്പാടാക്കിയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ ഈ മനപ്പാടാക്കുക എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അത് നമ്മളിങ്ങനെ എവിടെന്നെങ്കിലും അങ്ങോട്ട് ചോദിച്ചാൽ അതിന്റെ ഇപ്പുറത്തെ ആയത്തെ ഏതാന്ന് വെച്ചാൽ ആയത്തോ അതങ്ങായിരുന്നു. അതാണ് മുൻഗാമികളുടെ മനപ്പാടാക്കൽ. ഷാഫി ഇമാം അങ്ങനെയാണ്. ഒരു വിഷയത്തിന് വേണ്ടി ഖുർആൻ ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും മനസ്സിൽ കൊണ്ടിരുന്ന അങ്ങനെ ഒരൊറ്റ വിഷയത്തിന് ഇവിടുന്ന് അങ്ങോട്ടും കൊണ്ടുവരും, അവിടുന്ന് ഇങ്ങോട്ടും കൊണ്ടുവരും. ആർക്കാ കഴിയ? അത്ര ഖുർആനായിട്ട് മുൻഗാമികൾക്ക് ബന്ധമുണ്ടായിരുന്നു. നമ്മള് ചില പ്രധാനപ്പെട്ട സൂറത്തെങ്കിലും ആ രൂപത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളായിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ആരെങ്കിലും മരിച്ചവരോ ആരെങ്കിലും ഉണ്ടോ? കാരണം ഇതിപ്പോ എന്നും ചോദിക്കേണ്ട അവസ്ഥയുള്ളത്. ഇന്നലെ എവിടെയൊക്കെ പാമ്പ് പിടിച്ച് മരിച്ചിരുന്നു. എന്താ അറിയില്ല, ഇപ്പൊ പാമ്പുകളൊക്കെ കൂടി പുറത്തേക്ക് ഇറങ്ങിക്കണം. അല്ലാഹു ചൂടുകൊണ്ട് മാത്രമൊന്നുമില്ല, ചൂട് നേരത്തെ ഉണ്ടല്ലോ. ചൂടുകൊണ്ട് മാത്രം എനിക്ക് അഭിപ്രായമില്ല, ചൂട് നേരത്തെ ഉണ്ട്. പക്ഷെ കേരളത്തിൽ ഇങ്ങനെ പാമ്പുകൾ സംഘടിച്ചിട്ട് ജമാഅത്തായിട്ട് ഇറങ്ങിയ ഒരു അനുഭവം അടുത്ത കാലത്തും ഉണ്ടായിട്ടില്ല. എല്ലായിടത്തും പാമ്പുകൾ എല്ലാം കൂടി ഇറങ്ങി. അതിനെ നല്ല നല്ല കെട്ടുമുള്ളിയുള്ള വലിയ വലിയ രാജാക്കന്മാർ ഒന്ന് കയറിയാ പോലെ കഴിഞ്ഞില്ലേ. യാസീനൊക്കെ എല്ലാവരും പരിയിൽ ഓതിക്കോളിയൊക്കെ ഒരു കാവലാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. യാസീനും മുൽക്കൊക്കെ ഓതിയിട്ട് ശരിക്കാണ് ചൊല്ലി പറഞ്ഞു കിടന്നാൽ ഒന്നും ഉണ്ടാവില്ല, ഒന്നും വരില്ല. ഇനി വന്നാൽ തന്നെ ഒന്നിട്ട് കാട്ടുമില്ല, അവരെ വഹിക്കാൻ പോയിക്കോളും. അതിലൊക്കെ ഉള്ള പാമ്പിനൊക്കെ തടുക്കാനുള്ള വിഷം യാസീനിലുണ്ട്. വിഷം നിർവീര്യാക്കും. അത് സാധനമാണ് യാസീൻ. ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമിന അല്ലാഹു പറഞ്ഞു കേട്ടൊക്കെ നീ കബൂലാക്കണേ അല്ലാഹ്. യാസീൻ ഞങ്ങളുടെ ഹൃദയത്തിന്റെ നെഞ്ചിന്റെ മൊഞ്ചാക്കി തരണേ അല്ലാഹ്. യാസീന്റെ ആശയ വീതിയിൽ ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ക്ഷുദ്രജീവികളിൽ നിന്ന്, വിഷപ്പാമ്പുകളിൽ നിന്ന് ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, കഠിനമായ ചൂടിന്റെ താപനില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ സൂര്യാഘാതം പോലെയുള്ള അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കി തരണേ അല്ലാഹ്. കച്ചവടക്കാർക്ക് ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. ജോലിക്കാർക്ക് ഖൈറും ബർക്കത്തും നൽകണേ.
ആലിമീങ്ങൾ മുത്താലിമീങ്ങൾ നാഫിയാൽമൻ പ്രദാനം ചെയ്യണേ അല്ലാഹ്. പെടുന്നതിനെ ഒന്നും മരിപ്പിക്കല്ല അല്ലാഹ്. മരണസമയത്ത് ഈമാൻ നൽകണേ അല്ലാഹ്. കടത്തിൽ കൊടുക്കല്ല അല്ലാഹ്. കടത്തിൽ ഞെരുക്കല്ല അല്ലാഹ്. മക്ക മദീനയിൽ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹു ഈ സാസിൽ പങ്കെടുക്കുന്ന ഒരാളെയും അശറിലെ ചൂട് കൊള്ളിക്കല്ല അല്ലാഹ്. നരകത്തിന്റെ തീയിലിടല്ലേ അല്ലാഹ്. അല്ലാഹു റഹ്മാനായ റഹീമായ അല്ലാഹ്, നിന്റെ റഹ്മത്തോടെ ഞങ്ങൾ പൊതിയണേ അല്ലാഹ്. اللهم انصر أمة سيدنا محمد ورحمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبه واغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولذرياتنا لمن مات منا لمن دفنوا حول هذا المسجد وللحجاج وللعمار ولمن استغفروا لهم ولمن ماتوا منا ومنهم ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم. നമുക്ക് എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് ഫ്രഷായിട്ട് നാച്ചുറൽ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആളാണ് നമ്മൾ ഫറൂഖ്. എല്ലാ ദിവസവും എനിക്ക് മാത്രമല്ല ഞാൻ ദ്വാരക്കണ്ടെന്ന് കാരണം അദ്ദേഹത്തിന്റെ ഇഖ്ലാസിൽ ഞാൻ കല്ല് വാരിയിട്ടുണ്ടെന്ന് വെച്ചാൽ അറിയാൻ ദ്വാരുന്നു. എല്ലാ ദിവസവും വലിയ പാത്രം ആരാ പോയി ചോദിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഒരു ഈസായിട്ട് കൊണ്ടുവന്ന് എഴുതിയാണ്. ഇത് കണ്ട എല്ലാ ദിവസവും വലിയൊരു പാത്രം താങ്ങി പിടിച്ചിട്ട് സുബഹിക്ക് വരിക. അള്ളാഹു ഖൈർ. ഞാൻ എല്ലാവരും കൂടെ അങ്ങനെ വരാൻ നിൽക്കണ്ടിട്ടാ എന്ന് പറഞ്ഞതല്ല. ഞങ്ങളൊക്കെ നല്ല തീറ്റില്ല, നിങ്ങൾ പറഞ്ഞായിരുന്നല്ല. അപ്പൊ അള്ളാഹു തആല അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.